അങ്ങനെ നമ്മൾ അവസാനം ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും രവേ മത്സരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെന്നൈക്കെതിരെ നാളെയാണ് മാച്ച് വരുന്നത്. അപ്പോൾ കറൻ്റ് ഞങ്ങളിവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. രാവിലെ 6:30ക്കാണ് ട്രെയിനുള്ളത്. പക്ഷെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം രാവിലെ ഇങ്ങോട്ട് വരലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അത്രയും നേരത്തെ നീച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ഇന്ന് തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം 2 മണി ആയിട്ടുള്ളൂ. 6:30ക്കാണ് ട്രെയിനിൽ. ഇനിയും 4-4.5 മണിക്കൂറോളം ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത്ര നല്ല സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയല്ല ഇവിടെ. കുറച്ച് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടല്ലോ നമ്മൾ മാച്ചിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നവരൊക്കെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് നാളെ നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് പോകുന്നത്. പ്ലേ ഓഫ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരിക വെച്ചെങ്കിൽ നമുക്ക് വിദൂരമായിട്ടുള്ളൊരു ചാൻസാണ്. കാരണം അറിയാലോ, അത്ര നല്ല സിറ്റുവേഷൻ അല്ല. ബാക്കിയുള്ള ടീമുകളൊക്കെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉള്ളൊരു സമയത്ത് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പ്ലേ ഓഫ് കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഇനിയുള്ള 6 മത്സരങ്ങളിൽ നല്ലൊരു വിജയങ്ങൾ നമുക്ക് കിട്ടണം. ചുരുങ്ങിയതൊരു 3 മാച്ചെങ്കിലും എന്തായാലും വിജയിക്കണം. പക്ഷേ നമുക്ക് വരാൻ പോകുന്ന ഓപ്പോണൻസ് പറഞ്ഞാൽ ഭയങ്കര ശക്തരായിട്ടില്ലാണ്. ടേബിൾ ടോപ്പേഴ്സിനൊക്കെ എതിരെയാണ് നമ്മുടെ മാച്ചസ് വരുന്നത്. അപ്പോൾ അവരൊക്കെ ജയിച്ചിട്ട് വേണം നമുക്ക് പ്ലേ ഓഫ് എന്നുള്ളൊരു കടമ്പയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ പ്രതീക്ഷയോടെ തന്നെ പോവുകയാണ് ചെന്നൈയിലേക്ക്. ഇന്നത്തെ മത്സരം വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് മുമ്പത്തെ മത്സരങ്ങളിലൊക്കെ അവർ പെർഫോം ചെയ്ത പോലെ ലാസ്റ്റ് മത്സരത്തിൽ നമുക്ക് നല്ലൊരു വിജയം കിട്ടിയില്ല എങ്കിൽ പോലും അടുത്ത മത്സരം നമ്മൾ ജയിക്കുന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താകും ഈ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിന് വരാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ എല്ലാവരും അതുവരെ റെസ്റ്റിലാണ്. അതുപോലെ എന്താണ് നാളത്തെ പ്രതീക്ഷകൾ? ജയിക്കണമല്ലോ. അതെ, സാധിക്കാതെ പുരുഷന് സാധിക്കട്ടെ, അങ്ങനെയാണ് പ്രതീക്ഷിക്കണല്ലേ. എന്താണ് പ്ലേ ഓഫിനെ കുറിച്ചിട്ട് എല്ലാ ചാൻസുകൾ? മുംബൈ, ഗോവ, ബാംഗ്ലൂർ 3 ടീമിന്റെ കളി അനുസരിച്ച് നമ്മുടെ പ്ലേ ഓഫ്. അതായത് വീണ്ടും പഴയ പോലെ കാൽക്കുലേറ്റർ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. നല്ല രീതിയിൽ കാൽക്കുലേറ്ററിൽ പണിയെടുക്കണം. സീനാണ് കാര്യങ്ങളില്ലേ. നമ്മളെ പെർഫോമൻസ് നമ്മൾ ഇനി നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു 6ാമത്തെ പൊസിഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കോച്ച് പുതിയ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? എന്ത് ചെയ്തിട്ട് വരുന്ന പ്ലേയേഴ്സൊക്കെ അടിപൊളിയാണ്. പക്ഷേ പുതിയൊരു പഴയതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലേയേഴ്സ് ഒന്നായിരിക്കും. പക്ഷേ കോച്ചിന് പറ്റിയ പ്ലേയേഴ്സ് ആവില്ല അതൊന്നും. അപ്പോൾ അതാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരമായിട്ട് തോന്നുന്നത്. അതോ ഇനി നമ്മൾ കോച്ചിന് ഫൈനലൈസ് ചെയ്തിട്ട് അടുത്ത സീസണിലോട്ട് മാറ്റി വെച്ചേക്കാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ വരുന്ന പ്ലേയേഴ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 years കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മേ ബി അപ്പോൾ കോച്ചിനെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അങ്ങനത്തെ പ്ലാനൊക്കെ ഓക്കെ ആണ് അല്ലേ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കാര്യങ്ങൾ നല്ല രീതിയിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമുക്കത്ര എളുപ്പമല്ല ഈ ഒരു കടമ്പ കിടക്കുക എന്ന് പറഞ്ഞാൽ. അടുത്ത 6 മത്സരങ്ങളിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത് പ്ലേ ഓഫ് കയറണം നമുക്ക്. പക്ഷേ മുമ്പിലുള്ള ഓപ്പോണൻസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 4-ൽ നിൽക്കുന്ന മോഹൻ ബഗാൻ, ഗോവ, അതുപോലെ തന്നെ മുംബൈ, ജംഷഡ്പൂർ, ഇവരൊക്കെയാണ് നമ്മൾ ഓപ്പോണൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ മറികടന്നിട്ട് വേണം നമുക്ക് ആ ഒരു പ്ലേ ഓഫ് എന്നുള്ള കടമ്പയിലേക്ക് എത്താൻ.
ഇപ്പോൾ നാളത്തെ മാച്ച് ഇപ്പോൾ ചെന്നൈക്കെതിരെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3.24 പോയിന്റിലേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷേ അപ്പോഴും സ്റ്റിൽ നമുക്ക് മറ്റു ടീമുകളെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളുടെ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് മാക്സിമം ചെയ്യുക എന്നതാണ് നമുക്ക് ഇനി ചെയ്യാവുന്നുള്ളൂ. പണ്ടത്തെ പോലെ കാൽക്കുലേറ്ററൊക്കെ എടുക്കേണ്ട സിറ്റുവേഷനാണ് നമുക്കറിയാം. എങ്കിലും നമ്മളുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത ബാക്കി നമുക്കൊക്കെ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാൻ ലെവലിൽ മാക്സിമം ട്രൈ ചെയ്ത് കളിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു 6th പൊസിഷനിലെങ്കിലും എല്ലാവരും പറഞ്ഞതുപോലെ നമുക്കൊരു 6th പൊസിഷനിലെങ്കിലും ഫിനിഷ് ചെയ്ത് നമുക്ക് പ്ലേ ഓഫ് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും ഇതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ നാളത്തെ മാച്ച്, അതായത് ചെന്നൈക്കെതിരെയുള്ള ഈ ഒരു മാച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും റിസൾട്ട് എന്നുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മൾ അവസാനം ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുലർച്ചെ ഒരു 6:30 സമയത്താണ് കോയമ്പത്തൂരിന് ട്രെയിൻ കയറിയത്. ഇപ്പോൾ ഇവിടെ 2 മണി സമയത്തായിട്ട് ഇവിടെ എത്തി. പിന്നെ നമ്മളിവിടെ ഫ്രഷ് ആയിപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എന്താകും മാച്ച് റിസൾട്ട് എന്ന കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിവിടുന്ന് എല്ലാവരും കൂടിയിട്ടിപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിച്ചിട്ടാവും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. എവിടെയെങ്കിലുമൊക്കെ കയറണം, ഫുഡ് കഴിക്കണം, പിന്നെ നേരെ സ്റ്റേഡിയത്തിലോട്ട്. അതാണിപ്പോൾ നിലവിലുള്ള പ്ലാന്. അതായത് നമുക്ക് പോയേക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഏതാണെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ടീമിൻ്റെ പെർഫോമൻസ് എന്താകും, അതുപോലെ എന്താകും ഫൈനൽ റിസൾട്ട്, ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. നമ്മുടെ ഗേറ്റ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. 5:30 ഗേറ്റ് ഓപ്പൺ ആക്കാനാണെന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. എന്തായാലും നമ്മളെ ഫാൻസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വെയിറ്റിംഗിലാണ് ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധികം പേരൊന്നുമില്ല, ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങുന്നു. ഇവിടെ ഇപ്പം നിലവിൽ അങ്ങനെ അധികം പേരൊന്നുമില്ല. നല്ല എത്തിത്തുടങ്ങുന്നുണ്ടാവും ഓരോരുത്തരായിട്ട്. പിന്നെ ഫാൻസ് കുറച്ച് പേര് വന്നതിന് പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആവും മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുക. ഇവിടെ മറ്റൊരു ഗെയിം പോലെയാണ് ഇവിടുത്തെ എൻട്രൻസ് ഒക്കെ വരുന്നത്. ഭയങ്കര വൈബാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ചെന്നൈ എഫ്സിയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുവരെ ജയിക്കാത്ത മറീന അറീനയിലേക്ക് വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. It's all about how you were with my parents. Yeah, and changed their mind. 'Cause you were sweet and looking like you care, boy. That was hard to find. ഗൈസ്, നമ്മൾ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ല എന്നുള്ളൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രം ഇപ്രാവശ്യം തിരുത്തി കുറിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമുക്ക് ഓരോരുത്തരായിട്ട് ജയിച്ച് നോക്കാം. എന്തായാലും രോഹില, ഇന്നിവിടെ ജയിക്കുമോ? നമ്മളിവിടെ ജയിച്ചിട്ടില്ല ഇതുവരെ. ജയിക്കോ? സാധിക്കട്ടെ. അതെ. അരുണേട്ടാ, എന്താണ്, ജയിക്കോ? അതായത് ചരിത്രം വഴിമാണ് ചിലവോട് വരുമ്പോൾ അതവിടെ പുരുഷന് സാധിക്കോ? സാധിച്ചിരിക്കും. ജയിക്കൂലേ? മദീനെ അറിയില്ല, നമുക്ക് ജയിച്ചില്ല എന്നുള്ള പേരിനോടുകൂടി മാറും. അത് ജയിക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒരു മലയാളി കോച്ചിന്റെ അണ്ടറിൽ അതെ
മലയാളി കോച്ചിന്റെ അണ്ടറിൽ ചിലപ്പോൾ ഒരു മലയാളിയുടെ ഗോൾ അടിക്കാം. നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നമുക്ക് ഇതുവരെ ഇവിടെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ജയിക്കാൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത്. മലയാളി കോച്ചിന്റെ അണ്ടറിൽ ബാക്കി വിശ്വാസം, പ്രതീക്ഷ 100% വിജയം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ തന്നെ ഞങ്ങൾ വന്നിരിക്കുകയാണ്, ജയിക്കുന്ന പ്രതീക്ഷയോടെ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഏകദേശം 6:30 ആവാനായി. ലൈനപ്പ് വരുന്ന സമയമായിട്ടുണ്ട്. ആരൊക്കെ ലൈനപ്പിൽ ഉണ്ടാവും എന്നൊക്കെ വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്ലേ ഓഫ് സാധ്യതകൾ ഭയങ്കര വിദൂരമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ഈ ഒരു വിജയത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിജയം മസ്റ്റാണ്. എല്ലാവരും പറഞ്ഞതുപോലെ നമ്മളെ അവസാന ചാൻസാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതാണിത്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇത് ജയിക്കാനാവുക എന്നുള്ളതൊക്കെ. ഒരുപാട് ഫാൻസ് ഇവിടെ, നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഒരുപാട് ഇവിടെ കളി കാണാൻ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ടീം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ജയിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കുന്നത്. ബാക്കി നമുക്ക് ഈ കളി തുടങ്ങിയിട്ട് കാണാം. ഇവിടെ മത്സരം നല്ല സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാ അവർ പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അവര്, എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് അവര്. പക്ഷെ എന്താന്ന് വ്യക്തമല്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും നമ്മളൊരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാണ്. പെപ്ര നല്ലൊരു പാസ്, ടീച്ചറിന് ഗോൾ അടിക്കാൻ പറ്റിയൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പോൾ വീണ്ടും ചെന്നൈ വീണ്ടും ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ കോച്ച് പുരുഷോത്തമൻ സാറ് കാര്യമായിട്ട് മിനിറ്റുകൾ പിന്നിടുമ്പോൾ നമ്മൾ ഇപ്പോൾ കറന്റ് നമ്മൾ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. മലയാളി പാരൻസ് എന്ന് പറയുന്നത് കാശ്മീരി പാരൻസ് ഇപ്പോൾ 2 ഗോളിന്റെ ലീഡ് എടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ഗോളിന് ജീസസാണ് ഗോൾ അടിച്ചത്. രണ്ടാമത്തെ കോറസിംഗ് തന്നെ ഗോൾ അടിച്ചിരിക്കുകയാണ്. 2 ഗോളിന്റെ ലീഡിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ പോകുമ്പോൾ നമുക്ക് ഇതേ ഒരു ആവശ്യത്തിൽ കളിക്കാൻ കഴിയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇവിടുന്ന് ജയിച്ചിട്ട് മടങ്ങാൻ പറ്റും. അതും ഒരു ഇന്ത്യൻ കോച്ച്, ഒരു മലയാളി കോച്ചിന്റെ കീഴിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഹിസ്റ്ററി ആവും. വളരെ മികച്ച ഗോളൊരു
പക്ക ഫിനിഷിംഗ് ആയിരുന്നു. അവന് ഗോൾ ഡിസർവ് ചെയ്തിരുന്നു. അത്രയും അസിസ്റ്റ് കൊടുത്തൊരു പ്ലെയർ ഗോള് ഒബ്വിയസ്ലി ഡിസർവ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഗോളും അസിസ്റ്റും നല്ല പ്ലേ ആണ്. ഇത് സെക്കൻഡ് നമ്മൾ ബേസിക്കലി ഒരു സെക്കൻഡ് ഹാഫ് ടീമാണ്. ഇനി എന്താണ് സെക്കൻഡ് ഹാഫിന് വരാൻ പോകുന്നത്? അവർ ഒന്നാമത് ഒരു മാൻ ഡൗൺ ആണ്, ഒരു ഫോറിൻ പ്ലെയർ ഡൗൺ ആണ്, അറ്റാക്കർ ഇല്ല, പ്ലസ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി ഇഞ്ചുറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഫുൾ ടീം അവിടെ ലൈനപ്പിൽ അണിനിരക്കുന്നുണ്ട്. നോവ, നമ്മുടെ പുതിയ ലഗോട്ടർ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ആദ്യം മത്സരം തന്നെ ഒരു രാജകീയമായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷനുള്ള ചാൻസ് ഉണ്ട്. വെർണർ മാർട്ടിൻസ് നമ്മളെ ലഗാറ്റോറിനെയും വിപിനെയും സബ് ചെയ്യാനുള്ള പ്ലാനാണ് തോന്നുന്നു. രണ്ടുപേരെയും സ്വാമ്പ് ഇന്നോട്ട് നിന്ന് വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 63 മിനിറ്റ് പിന്നിടുമ്പോൾ നമ്മൾ 3 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ലൂണയുടെ അസിസ്റ്റിൽ പെപ്രയുടെ ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിരുന്നു. 63 മിനിറ്റിൽ 3 ഗോളിനാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. മത്സരം ഏകദേശം 67 മിനിറ്റ് പിന്നിട്ടപ്പോൾ നമ്മൾ 2 പ്ലേയേഴ്സിനെ, അതായത് ഓർമിപാമിനെയും അതുപോലെ എപ്രനെയും പിൻവലിച്ചിട്ട് പകരം വിപിൻ മോഹനനും അതുപോലെ നമ്മളെ പുതിയ ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള ലെഗാറ്റോറിനെയാണ് നമ്മളിപ്പോൾ സബ് ചെയ്തിട്ടുള്ളത്. ഈ കളി എന്താവും നമുക്ക് നോക്കാം. എന്തായാലും 68 മിനിറ്റോളം ആയിട്ടുണ്ട്. മത്സരം 83 മിനിറ്റുകൾ പിന്നിടുമ്പോൾ 3 ഗോളിന് നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്നൈ ഫാൻസിൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ കാണുന്നുണ്ട്, ആരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്, എന്താ കഥ എന്നറിയില്ല. എന്തായാലും നമ്മളിവിടെ 3 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. മത്സരം 86 മിനിറ്റ് പിന്നിടുമ്പോൾ ചെന്നൈക്ക് അനുകൂലമായിട്ടൊരു കോർണർ കിക്ക് ലഭിച്ചിട്ടുണ്ട്. നോക്കാം എന്താവും. ഒഴിവാക്കിയിട്ടുണ്ട്. നോവ അത് നല്ലൊരു ബിൽഡപ്പ്. നോവയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ബിൽഡപ്പാണത്. ഇഷാൻ പണ്ഡിത, ഇഷാനിൽ നിന്നും ലൂണയിലേക്കാണ്. അവിടെ ചെന്നൈൻ്റെ ഫാൻസൊക്കെ പോയി തുടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നമ്മളെന്തായാലും അങ്ങനെ ആദ്യമായിട്ട് ചെന്നൈ നെക്സ്റ്റ് ഹോം ഗ്രൗണ്ടിൽ വിജയിച്ചിരിക്കുകയാണ്. ഇതൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ഒരു ബിഗ് ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു ഇന്ത്യൻ കോച്ചിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു മലയാളി കോച്ചിൻ്റെ അണ്ടറിൽ ഇതാദ്യമായിട്ട് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മൾ ചെന്നൈയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ സീസണിൽ നമ്മൾ ചെന്നൈയിനെതിരെ 2 ലെഗിലും വിജയിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ലെഗിൽ 3-0 നമ്മൾ ഹോം ഗ്രൗണ്ടിൽ, സെക്കൻഡ് ലെഗിൽ ഇപ്പോൾ ഇവരെ അതായത് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മൾ 3-1 പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു ബിഗ് ഹിസ്റ്ററിയാണ്. പുരുഷോത്തമൻ കോച്ചിൻ്റെ കീഴിൽ നമ്മളങ്ങനെ ആദ്യമായിട്ട് ഇതുവരെ ഇല്ലാതെ 11 വർഷം നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത റെക്കോർഡ് നമ്മൾ ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് 24 പോയിന്റ്, 13 പോയിന്റ് കൂടി കീഴിൽ 24 പോയിന്റാണ്. അപ്പോൾ അത് ആ നേരിയ പ്ലേ ഓഫ് പ്രതീക്ഷ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആ നേരിയ പ്ലേ ഓഫ് പ്രതീക്ഷ നമുക്ക് വീണ്ടും ഒരു ഹോപ്പ് തരുന്നൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. ഇനിയിപ്പോൾ തിരിച്ചിനിപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനുകളിലാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു വിജയം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് എല്ലാ ഫാൻസും പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു മാച്ചിൽ കാണാം.